കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ കർത്താവ് നമ്മളെ സഹായിച്ചു, വഴി നടത്തി. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ, എത്ര വല്ലവൻ, അത് എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു 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 വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ഓരോ ദിവസവും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും അതേ മഹത്വപ്പെടുത്തുകയും ചെയ്യാനല്ലാതെ ഒന്നും നമുക്ക് തിരിച്ചൊന്നും അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ ക്രൂശിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം ഒരു സാഡ്നെസ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. സാധാരണ ക്രൂശിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് വളരെ വേദനാജനകമായ, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒത്തിരി ചിന്തിക്കുമ്പോൾ സഫറിങ്ങിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ക്രൂശ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ സത്യം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്കും അതുപോലെ അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ജയത്തിനല്ല, വിക്ടറിക്ക് കാരണമായി തീർന്ന ഒരു വിഷയമാണ്. ക്രോസ് ഇസ് നോട്ട് എ സിമ്പിൾ ഓഫ് പെയിൻ, ബട്ട് ഇറ്റ് ഈസ് എൻ എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സോളേസ് നൽകുന്നതാണ്. അത് നമുക്ക് നിത്യജീവൻ തരുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആവേശം പകരേണ്ടതാണ്. പൗലോസ് പറയുമ്പോൾ, എനിക്ക് ജീവിതത്തിൽ ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ല, എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവിലും അവൻ്റെ ക്രൂശിലും മാത്രം. കാരണം കർത്താവിൻ്റെ ആ ക്രൂശ് മരണം അല്ലായിരുന്നെങ്കിൽ എൻ്റെയോ നിങ്ങളുടെയോ ആരുടെയും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിജയമാണ് കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരു സമാധാനമാണ് ക്രൂശ്, അല്ലാതെ അത് സഫറിങ്ങിനുള്ളതോ അല്ലെങ്കിൽ ഒരു സാഡ്നെസ്സിനുള്ളതോ ആയിട്ടുള്ളൊരു വിഷയമായിട്ടല്ല ദൈവദാസന്മാർ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും കാണുന്നത്. അതിനെ ഒരു ആവേശമായിട്ടാണ് കാണുന്നത്. അതിനെ പ്രസംഗിക്കുന്നത് ഒരു വലിയ ആവേശമായിരുന്നു പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ മാത്രം ബോസ്റ്റ് ചെയ്യുന്ന, കാരണം ആ മരണം, ആ ക്രൂശ് മുഖാന്തരം എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറി, എനിക്ക് വിജയമുണ്ടായി. എൻ്റെ ജീവിതത്തിലെ മരണം മാറി, എനിക്ക് ജയം വന്നു. ഇങ്ങനെ ഒരു ആവേശമായിരുന്നു പൗലോസ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരായ പത്രോസും യോഹന്നാനും ഇവരൊക്കെ കർത്താവിനെ പ്രസംഗിച്ചതും ആ ക്രൂശിൻ്റെ നിന്ന് അവർക്ക് ലഭിച്ചതായ വിജയത്തെ ഓർത്താണ്. ഇന്ന് രാത്രികാലം അനേകർ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ ദൈവം എങ്ങനെ ഇടപെട്ടു, അവരുടെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൊണ്ടുവന്നു എന്നുള്ളൊരു വിഷയമാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത്. ഇന്ന് രാത്രികാലം ഞാൻ അതിനുവേണ്ടി 1-2 ഭാഗങ്ങൾ വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. മലയാളത്തിൽ ആരെങ്കിലും എന്നെ വായിച്ച് സഹായിച്ചാൽ വളരെ നന്നായിരുന്നു. ജനസിസ് ചാപ്റ്റർ 32 അതിൻ്റെ 1-2, അതിനുശേഷം അതേ അധ്യായത്തിൽ 9 മുതൽ ഒരു 12-ാം വാക്യം വരെ ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരുന്നു. ജനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം, അതിൻ്റെ 1-2, അത് കഴിഞ്ഞ് 9 മുതൽ 12 വരെ. യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ, ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ. താങ്ക് യു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിനെ 2ആയിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്ന്, യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാനെ വിട്ടുപോകുന്നൊരു അനുഭവം. രണ്ടാമത് നമ്മൾ കാണുന്നത് അവൻ തൻ്റെ ബ്രദർ അല്ലെങ്കിൽ ഏശാവിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഭയത്തോടെ നിൽക്കുന്ന ഒരു അനുഭവം. ഈ 2 അനുഭവങ്ങളാണ് ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ 2 ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടത്. അപ്പോൾ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ലാബാന്റെ കൂടെ ഇത്രയും നാളും യാക്കോബ് ജീവിച്ചു. ലാബാൻ 2 മക്കളെ കല്യാണം കഴിച്ചു, അവിടെ ജീവിച്ചു. ഒരു പ്രൊട്ടക്ഷനാണ്. എന്താണ്, അതിൽ ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷൻ താൻ എപ്പോഴും അനുഭവിച്ച ഒരു സമയമായിരുന്നു ലാബാന്റെ കൂടെയുള്ള ജീവിതം. തനിക്ക് അതേ കഷ്ടങ്ങളൊക്കെ ഉണ്ടായി, പല ചതിവുകളോടെ സംഭവിച്ചു. ലാബാൻ ഒത്തിരി അഡ്വാൻറ്റേജ് അവനിൽ നിന്നെടുത്തു. എന്നാൽ തന്നെയും അതുവരെ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട്,
ആരെയും ഭയപ്പെടേണ്ട, തനിക്ക് കൂടെ ആളുണ്ട് എന്നുള്ളൊരു കംഫർട്ട് അതുവരെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ അവൻ ഏകനായിട്ട് മാറുക, ലാബാനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം. ദൈവം തന്നെ പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് പോവുക, അവിടെ നിന്നെ ഞാൻ വലിയവന്, നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഇങ്ങനെയൊക്കെ ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് അവനോട് പോകാൻ പറഞ്ഞാൽ തന്നെയും അവന്റെ ഹൃദയത്തിൽ വലിയൊരു ഭയം അവിടെ വെച്ച് നേരിടുക. ലാബാന് തൻ്റെ മക്കളെയും കൊച്ചുമക്കളൊക്കെ ചുംബിച്ചിട്ട് അവൻ പിരിഞ്ഞുപോയി. അവന് പിരിഞ്ഞു പോയപ്പോൾ യാക്കോബിനെ വിട്ടുപോയി എന്ന് കണ്ടപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടാകാവുന്ന ഒരു ഒറ്റപ്പെടൽ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്നുള്ള 3 തരമാണ്. ലാബാൻ അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു അങ്കിളായിരുന്നു. ലാബാനും മാറിപ്പോയി, തനിക്കിനി ആരുമില്ല, ഇനി എങ്ങോട്ട് പോകും എന്നിങ്ങനെ വലിയൊരു ഭാരത്തില് യാക്കോബ് നിൽക്കുക. തനിക്ക് ഒരു വഴിമുട്ടിയ ഒരു അവസ്ഥ, തനിക്ക് ആരും കൂടെ ഇല്ലല്ലോ, താനും തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളും കുറച്ച് ആടുമാടുകളൊക്കെ തൻ്റെ കൂടെ, താൻ ഇനി എങ്ങോട്ട് പോകും, തൻ്റെ അവസ്ഥ എന്തായിട്ട് ഒരു ഭയം അവനിൽ വ്യാപരിച്ചു. അപ്പോൾ ദൈവത്തിന് ഇത് മനസ്സിലായപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തൊരു ഡെലിമ ഹീസ് ഗോയിങ് ത്രൂ, ഗോഡ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. And what he did was he sent his angels to Jacob. ദൈവത്തിന്റെ ദൂതന്മാരെ യാക്കോബിന്റെ അടുത്തേക്ക് അയക്കുന്നത് ഒന്നോ രണ്ടോ പേരല്ല, ഒരു കൂട്ടം, എ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് came there. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവനെ എൻകറേജ് ചെയ്യുവാൻ വേണ്ടി, അവന്റെ ജീവിതത്തിൽ റീഅഷ്യൂറൻസ് കൊടുക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ യാക്കോബിന്റെ അടുത്തേക്ക് അയച്ചു. അത് 1-2 പേരും ഒന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു ഗ്രൂപ്പ് വന്നെന്നാ. ഇവിടെ ഇത് കണ്ടിട്ട് ഇവിടെ യാക്കോബ് പറയുകയാണ്, മൾട്ടിറ്റ്യൂഡ് ഓഫ് ഏഞ്ചൽസ് ആർ സറൗണ്ടിങ് മീ. ആയിരക്കണക്കിന് മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഏഞ്ചൽസ് എൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് മഹനയും എന്ന് പേരിട്ടെന്ന് വായിക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഒരു ഏകാന്തത നമ്മൾ അനുഭവപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന നമ്മൾ അനുഭവപ്പെടുമ്പോൾ ദൈവം ചെയ്യുന്നതിനാന്ന് പറഞ്ഞാൽ ദൂതന്മാരെ വിട്ട് നമ്മളെ സമാധാനപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ യേശുവിനെ പറ്റി പഠിക്കുമ്പോൾ യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. യേശു പ്രാർത്ഥിച്ചപ്പോൾ രക്തവും വെള്ളവും ഒരുപോലെ ഒഴുകി രക്തം വിയർപ്പായി ഒഴുകി എന്ന് നമ്മൾ വായിക്കുന്നു. അതൊരു വലിയൊരു മെഡിക്കൽ ഇതായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര പ്രശ്നമാണ് യേശുവിന്റെ ജീവിതത്തിൽ, ഭയങ്കര ഒരു സ്ട്രെസ് യേശു ഫേസ് ചെയ്തു. അന്നേരം നമ്മൾ വായിക്കുന്നത് ദൂതന്മാർ വന്നവനെ ബലപ്പെടുത്തി. ദൂതന്മാർ വന്നില്ലായിരുന്നു എങ്കിൽ യേശു ഗെത്സമനെ വെച്ച് തന്നെ മരിച്ചേനെ. ദൂതന്മാർ വന്ന് യേശുവിനെ ബലപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ രക്ഷ സാധിച്ചെടുക്കുവാൻ യേശുവിന് സാധിച്ചത്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിനോട് കൊണ്ടായിരുന്നു. ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരൊക്കെ പറഞ്ഞ 12 ലെഗ്യോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 84,000 ദൂതന്മാർ അന്ന് യെരുശലേമിന്റെ സറൗണ്ടിങ്സ് ഉണ്ടായിരുന്നു എന്നാണ്. സത്യമാണെന്ന് എനിക്കറിയില്ല, ഇതൊക്കെ ഒരു കണക്കാണ് അവർ പറയുന്നത്. യേശുവിന്റെ മരണസമയത്തും യേശുവിന്റെ കൂടെ ആ സമയം നടക്കുന്ന ആ ശുശ്രൂഷയുടെ ഒരു ശുശ്രൂഷ തന്നെയായിരുന്നത്. സർവ്വലോകത്തിന്റെയും പാപത്തെ ഏറ്റെടുത്ത് ദൈവപുത്രൻ കാൽവറിയിൽ മരിക്കേണ്ടത് ആവശ്യമെന്ന് കണ്ടപ്പോൾ അവനെ ബലപ്പെടുത്തുവാൻ ദൂതന്മാരെത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല മധ്യത്തിലും നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ഞാൻ സാധാരണ എല്ലാവരും പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനികൾ അധികവും ദൈവത്തെ കണ്ടില്ലെങ്കിലും വല്ലപ്പോഴും ദൂതന്മാരെങ്കിലും കാണണമെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളൊക്കെ ദൈവത്തിന് മുമ്പായി ഇങ്ങനെ നമ്മുടെ ഹൃദയം പകരുമ്പോഴും ഒക്കെ വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ദൂതൻ നമ്മുടെ അടുത്ത് വരാറുണ്ടോ? ദൈവം തന്റെ ദൂതന്മാരെ നമ്മുടെ അടുത്ത് അയക്കാറുണ്ടോ? നമ്മൾ ആ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ? ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആ ലെവലിൽ വന്നിട്ടുണ്ടോ? നമുക്ക് ദൈവമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരുമ്പോൾ, നമ്മുടെ ഹൃദയം ദൈവമുമ്പാകെ പകരുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ സമാധാനപ്പെടുത്താറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യാക്കോബ് ഇവിടെ തന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ താൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് അവൻ സംസാരിച്ചു. അപ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ വിട്ട് അവനെ ബലപ്പെടുത്തി.
യേശു ഗതസമനയിൽ തന്റെ വലിയ ശുശ്രൂഷ ജീവിതത്തിൽ താൻ ലോകത്തിലേക്ക് വന്ന ആ വിവരം, അതേ ആ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവസാന കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത് ദൂതന്മാരെ അയച്ചവനെ ബലപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയെന്ന് കടന്നു വന്നാലും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അറിയാതെ തന്നെ ദൈവദൂതന്മാരും നമ്മളെ ബലപ്പെടുത്തി. എനിക്കും പല അവസരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറയല്ല. ദൈവം നേരിട്ട് വന്ന് ഇടപെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ട് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഞാൻ ദൈവമേ നീ സകല ലോകത്തിന്റെയും കാര്യം മറന്നിട്ട് എൻ്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നുള്ള ഏറ്റവും ആവശ്യമാണ് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ ബലപ്പെടുത്തും. 2, യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിനെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വലിയൊരു തന്റെ ചെറുപ്പകാലത്ത് താൻ ചെയ്ത ഒരു കുറ്റത്തിന് ഫലമായിട്ട് അതിന്റെ ശിക്ഷ താൻ അനുഭവിക്കാൻ പോകുമാണോ എന്നുള്ളൊരു പേടി യാക്കോബിനെ അലട്ടി. വളരെ അവൻ പേടിച്ചു. കാരണം ഏശാവ് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അവന് യാതൊരു ഐഡിയയുമില്ല. ഹൗ മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ട്രീറ്റ് മീ, ആ ഒരു ഐഡിയ ഈ യാക്കോബിന് കിട്ടിയിട്ടില്ല. വളരെ ഭാരപ്പെട്ടു. അവന് അറിയാവുന്ന ബുദ്ധി എല്ലാം അവിടെ ഉപയോഗിച്ചു. തൻ്റെ ദാസന്മാരെയും ആടുമാടുകളെയൊക്കെ വീതിച്ച് ഇങ്ങനെ തന്റെ ബ്രദറിന് ഒരു ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് മുമ്പോട്ട് അയച്ചു. അത് കണ്ടിട്ടെങ്കിലും അവൻ സമാധാനപ്പെടുമായിരിക്കും, എന്നെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും എന്നവൻ വിചാരിച്ചു. അങ്ങനെ ഒരു ഐഡിയ ഒക്കെ അവൻ ചെയ്ത് അങ്ങനെ പണിത് വിട്ടു. അത് കഴിഞ്ഞ് എല്ലാവരും അക്കരയ്ക്ക് വിട്ട് കഴിഞ്ഞിട്ട് തന്റെ ഭാര്യയും മക്കളെയും കൊണ്ട് യാബോക്ക് കടലിന്റെ അക്കരെ വിട്ട് കഴിഞ്ഞാൽ ഇക്കരെ അവൻ നിൽക്കുക. അവിടെ വെച്ച് അവൻ ദൈവമായിട്ട് ഒരു വലിയ സംവാദത്തിൽ വരിക. അവൻ ദൈവമായിട്ട് പ്രാർത്ഥനയിൽ മല്ലിടുക. ദൈവമേ, നീ എന്നോട് പറഞ്ഞു എൻ്റെ സ്വന്തം നാട്ടിൽ നീ പൊക്കോ, നിന്നെ ഞാൻ അവിടെ വലിയ ജാതിയാക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും അതേ കടൽക്കരയിലെ മണൽ പോലെയും എൻ്റെ പിതാവായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും നീ വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് നീ എന്നെ അവിടേക്ക് വിടുകയാണെന്ന് നീ എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു അനുഭവത്തിൽ വരുമല്ലോ, എൻ്റെ ബ്രദർ എന്നെ കൊന്നുകളയുമല്ലോ എന്നുള്ള വലിയ ഒരു മാനസിക അവസ്ഥയിൽ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു. ദൈവം അവിടെയും ഇറങ്ങി വന്ന് കാണും. രാത്രി മുഴുവൻ അവൻ മല്ല് പിടിച്ചു. ഒരു ദൂതനുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൻ മല്ല് രാത്രി മുഴുവൻ പിടിച്ചു. പ്രഭാതമായപ്പോൾ ആ ദൂതൻ പറഞ്ഞു, നേരം വെളുത്തു, എനിക്ക് പോകണം. അന്നേരം ആ സമയത്ത് യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്തൊരു സ്റ്റേറ്റ്മെന്റ് അതല്ലേ, എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് അത്. നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിടുന്ന പരിപാടിയില്ല. അവസാനം നമ്മൾ വായിക്കുന്ന അവന്റെ തുടയുടെ തടത്തിൽ തൊട്ടു. അവിടെ വെച്ച് അവന്റെ പിടിവിട്ടിട്ട് പറഞ്ഞ് നിന്റെ പേരെന്നാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ പേര് യാക്കോബ്. ഇനി മുതൽ നീ യാക്കോബ് അല്ല, നീ ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചവനാ നീ. ഇന്നും നമ്മൾ അവന്റെ സന്ധികളെ കാണുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും അവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചവനായ യാക്കോബ്. ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ മരിച്ചില്ല എന്താണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക. ദൈവത്തെ അവൻ നേരിട്ട് കണ്ട അവന്റെ അനുഭവത്തിൽ, അവന്റെ ഭയത്തിന്റെ അനുഭവത്തിൽ. ഞാൻ വിശ്വാസികളോട് ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പരിസ്ഥിതികൾ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവണം. നമ്മൾ മല്ലിടുക, പ്രാർത്ഥനയിൽ നമ്മൾ മല്ലിടുക, ദൈവമായിട്ടുള്ള സംവാദത്തിൽ നമ്മൾ മല്ലിടുക. കഷ്ടത വരുന്നത് നമുക്കൊരു ഒരു നന്മയാണ്. എന്നൊക്കെ പറഞ്ഞു, ക്രൂശ് എന്ന് പറയുന്നത് നമുക്കൊരു ആവേശമാണ്, നമുക്കൊരു വിക്ടറിയാണ്. എന്ന് വെച്ചാൽ ഒരു കഷ്ടതയുടെ രാത്രി ഉണ്ടെങ്കിൽ ഒരു പ്രഭാതം വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രഭാതത്തിലുള്ള ബ്ലെസ്സിങ് ഇസ് there. A morning is coming and blessing is following with it. ഒരു പ്രഭാതം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ വലിയൊരു അനുഗ്രഹവും നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. കഷ്ടതയുടെ രാത്രികൾ വന്നാൽ, പ്രതികൂലങ്ങളുടെ രാത്രികൾ വന്നാൽ, ദൈവമായിട്ട് നീ മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഒരു പ്രഭാതം വരുന്നു, അവിടെ നിനക്ക് അനുഗ്രഹവും ദൈവം വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നമ്മുടെ സാധാരണ അനുഗ്രഹമൊന്നും അല്ലല്ല, അൺഇമാജിനബിൾ അനുഗ്രഹമാണ്. മനുഷ്യന്റെ കണ്ണിന് കാണാത്തതും ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നാത്തതും
ആരുടെ ചെവിയിൽ കേൾക്കാത്തതുമായ ഒരു വലിയ വലിയ അനുഗ്രഹമാണ് ദൈവം തരുന്നത്. കഷ്ടതയുടെ അവസാനം നമ്മൾ തോറ്റു നമ്മൾ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ നമ്മൾ ദൈവമായിട്ട് മല്ലിടുമ്പോൾ, ദൈവമായിട്ട് സമ്പാദിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുമ്പാകെ പകരുമ്പോൾ അവൻ തരുന്ന അനുഗ്രഹം ഒരു മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അനുഗ്രഹമാണ്. ലോകം നിൽക്കുന്നതും വരെ, അതേ ലോകമുള്ളിടത്തോളം കാലം നീ ഒരിക്കലും തോൽക്കുകയില്ല. നീ ജയിക്കുന്നവനാണ്. ദൈവത്തോടും മനുഷ്യരോടും മല്ലടിച്ച് ജയിക്കുന്നവനാണ് നീ. ഇതുകൊണ്ട് നീ ലോകത്തിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ തോൽവി എന്നുള്ള സംഗതി പിന്നീട് ഉണ്ടാകത്തില്ല എന്നാണ് അർത്ഥം. ഇസ്രായേൽ സ്ട്രഗിൾഡ് വിത്ത് ഡിവൈൻ ഏഞ്ചൽ എന്നാണ് യോസിഫസ് പറഞ്ഞേക്കുന്നത്. യോസിഫസിന്റെ അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്: വൺ ദാറ്റ് സ്ട്രഗിൾഡ് വിത്ത് ഡിവൈൻ ഏഞ്ചൽ. പിന്നെ ഒരു റാഷി എന്ന് പറയുന്ന ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് വൺ ഹു ഹാസ് പ്രിവെയിൽഡ് വിത്ത് ഗാഡ്. ദൈവമായിട്ട് മല്ലടിച്ച് ജയിച്ചവൻ. ഇങ്ങനെ പല അർത്ഥങ്ങളാണ് ഇസ്രായേൽ എന്ന വാക്കിന് വന്നിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ക്രൈസിസിൽ വരുന്നതും ഇത് തന്നെയാണ്. ആ ക്രൈസിസ് വന്നതിൻ്റെ അവസാനം വരുന്നത് അൺഇമാജിനബിൾ ആയിട്ട് ബ്ലെസ്സിങ് ആയിരിക്കും. അതാണ് ഇസ്രായേലിന് കിട്ടിയത്, അതാണ് യാക്കോബിന് കിട്ടിയത്. ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് പറയുന്നത്, ഏത് പ്രതിസന്ധി, ദൈവത്തിൻ്റെ ആത്മാവ് ഇത്ര, ഏത് പ്രതിസന്ധി വന്നാലും ഭയപ്പെടരുത്. ദൈവം നിനക്ക് വേണ്ടി ഇതിൻ്റെ അപ്പുറം ഒരു വലിയ അനുഗ്രഹം വെച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാനുള്ളത്. അങ്ങനെ യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ഞാൻ ദൈവവുമായി നേരിട്ട് കണ്ടു, ദൈവമായിട്ട് നേരിട്ട് ഞാൻ സമ്പാദിച്ചു, എന്നിട്ടും എൻ്റെ ജീവനെ അവൻ രക്ഷിച്ചു. ഹി സ്പെയർഡ് മൈ ലൈഫ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് അവൻ പെനിയേൽ എന്ന് പേരിട്ടു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ, അതെ, ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാഹചര്യങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ഇതോടെ തീർന്നുവെന്ന് വിചാരിക്കരുത്. ഇതോടെ തീർന്നുവെന്ന് നമ്മൾ ഒരിക്കലും, ദൈവമക്കൾക്ക് അങ്ങനെ വിചാരിക്കാനേ ഒരു അവകാശം, ഒരു അധികാരമില്ല. ദൈവമാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവനിൽ ആശ്രയിക്കാം, അവനിൽ ശരണം പ്രാപിക്കാം. പിന്നെ ഒരു വ്യക്തിയെ പറ്റി ഞാൻ ചിന്തിച്ചത് പത്രോസിനെ പറ്റിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 56 മുതൽ 61 വാക്യം വരെ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. ലൂക്കോസ് 22 56 മുതൽ 61 വരെ. മുതൽ 61 വരെ. അവൻ തീവട്ടത്തിന് അടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി, ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുത്തൻ അവനെ കണ്ടു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. ആമേൻ. ഇത് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ്. നമ്മളെല്ലാം പറയും പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് അവനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ലൂക്കോസ് സുവിശേഷം അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 62-ാമത്തെ വാക്യത്തിൽ ഹി വെന്റ് ഔട്ട്സൈഡ് ആൻഡ് വെപ്റ്റ് ബിറ്റർലി എന്ന് എഴുതിയിരിക്കുന്നു. 3 പ്രാവശ്യം കർത്താവിനെ അവൻ തള്ളി പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം അവൻ തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂകി. ആൻഡ് ഹി വെന്റ് ഔട്ട്സൈഡ്. അത് കണ്ടപ്പോൾ അവൻ പുറത്തിറങ്ങി വളരെ കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. പത്രോസ് ഇതിൽ ഈ കരച്ചിലിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, തള്ളിപ്പറഞ്ഞുള്ള സത്യമാണ്, വേദപുസ്തകത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് കൂടെ ഉണ്ട്. അതിതാണ്, കർത്താവിൻ്റെ കൂടെ 3.5 കൊല്ലം പത്രോസും ശിഷ്യന്മാരും നടന്നു. പല ഓർമ്മകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങൾ കർത്താവിനോട് കൂടെ നടന്ന് പഠിച്ചു. പല അത്ഭുതങ്ങൾ അവൻ കർത്താവിൻ്റെ കൂടെ നടന്ന് കണ്ടു. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച എല്ലാ സുഖങ്ങൾക്കും കാരണം, എല്ലാ സ്ഥാനങ്ങൾക്കും കാരണം എൻ്റെ നാഥനായിരുന്നു
എന്നുള്ളൊരു ചിന്ത അവനെ വളരെയധികം ഭരിച്ചു. അവര് വിചാരിച്ചത്, പത്രോസ് അടക്കം വിചാരിച്ചത്, കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കും, അതോടുകൂടെ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം ഇവിടെ തീരും, അവരെല്ലാവരും ഈ കർത്താവിന്റെ രാജ്യത്തിലെ അവകാശികളും അധികാരികളുമായി തീരുമെന്നുള്ള ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഒരു 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 ഹോപ്പ് അവർക്കുണ്ടായിരുന്നു. ഇതൊന്നും കർത്താവ് അവരോട് പറഞ്ഞതല്ല കേട്ടോ, അവരങ്ങനെ വിശ്വസിച്ചതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന ഇന്ന കാര്യത്തിനാണ്, എന്നെ അവർ പിടിക്കും, എന്നെ അവർ അടിക്കും, എന്നെ അവർ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെ ഒന്നും നിനക്ക് സംഭവിക്കാൻ സാധിക്കുകയില്ല, അഥവാ വന്നാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. അപ്പൊ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, നീ ഈ പറയുന്നതൊക്കെ ശരി, അധികം ആവേശമൊന്നും വേണ്ട, നിന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് അവിടെ ഡിസ്കറേജ് ചെയ്ത് പറഞ്ഞ വാക്യമാണ്, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. കാരണം മാനുഷിക ഒരു ലെവലിൽ പത്രോസിന് ഇങ്ങനത്തെ ഒരു സഹിഷ്ണുത ഏൽക്കുവാനുള്ള സമയമായിട്ടില്ല, അതിനുള്ള കഴിവ് ഇതുവരെ അവന് പ്രാപ്തമായിട്ടില്ല. എന്നാൽ പത്രോസ് തിരിച്ചു ചിന്തിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സകലതും അവസാനിച്ചു. കർത്താവിന്റെ മരണത്തോടുകൂടെ, ഈ വലിയ കഷ്ടങ്ങൾ കൂടെ കർത്താവ് കടന്നു പോകുന്നത് താൻ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഇനി ഒരു ഹോപ്പില്ല എന്ന് തനിക്ക് തോന്നി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടും, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവസാനം ഈ ഇതെല്ലാം, ഈ കാസിൽസ് എല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ വീഴുമ്പോൾ നമുക്ക് വലിയ നിരാശ ഉണ്ടാവും. കർത്താവ് പറയുന്നത് കേട്ട് മുമ്പോട്ട് പോയാൽ ഇങ്ങനെ ഒരു നിരാശയും ജീവിതത്തിൽ വരത്തില്ല. എൻ്റെ ഒരു ബോസാണ്, ബോസിനോട് പുള്ളിയുടെ അപ്പൻ പറയുമായിരുന്നു, son, when you build castles in the air, build very high, because you know that one day it is going to drop. നീ ഈ ആകാശത്ത് ഗോപുരം പണിയുമ്പോൾ നല്ലപോലെ ഉയർത്തി പണിതോ, അത് ഒരു ദിവസം താഴെ പോകുന്ന നിനക്കും അറിയാം, എനിക്കും അറിയാം എന്ന് അപ്പൻ പറയാമായിരുന്നു. കാരണം നമുക്കെല്ലാം ജീവിതത്തിൽ ഒത്തിരി കരൽ കെട്ടി ഇങ്ങനെ വളർത്തി കൊണ്ടിരുന്നവരാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ നിൽക്കവിടെ, സമാധാനപ്പെടാൻ, എൻ്റെ സമയം വരുമ്പോൾ നീ അത് ചെയ്യും. പക്ഷെ ഇപ്പോൾ നിനക്ക് എൻ്റെ കൂടെ സഹിക്കാനുള്ള കഴിവ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ കർത്താവ് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നത്. എന്നാൽ പത്രോസിനത് മനസ്സിലായില്ല. അവനത് മനസ്സിലായപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ടു ലേറ്റ്. എന്നാൽ പത്രോസ് അവിടെ വെച്ച് വളരെ സങ്കടത്തോടെ കരഞ്ഞു, ഇതോടെ എല്ലാം തീർന്നു എന്ന് വെച്ച് അവൻ താൻ പഴയ ജോലിയിലേക്ക് കടന്നുപോയി നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ ജോലി എന്തായിരുന്നു? മീൻപിടുത്തം. അതിനുവേണ്ടി തിരിച്ചുപോയി. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവനെ പോയി റിസ്റ്റോർ ചെയ്തിട്ട് അവൻ തിരിച്ചു വന്ന ആ പത്രോസിനെ അവനൊന്ന് ശ്രദ്ധിച്ചേ. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട പത്രോസ് താൻ പന്തിരുവരോട് എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചു. അതിൽ 3000 പേര് സ്നാനപ്പെട്ടു, അതെ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് എൻ്റെ വിഷയം. ചർച്ചിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തത് പത്രോസായിരുന്നു. സഭയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അന്ന് യെരുശലേമിൽ നടത്തിയത് പത്രോസായിരുന്നു. എന്തൊരു ഭയങ്കര സ്ഥാനമാണ് കർത്താവ് കൊടുത്തവനല്ലേ. ആദ്യത്തെ പ്രസംഗം, ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ കണ്ടവനും ഞങ്ങൾ തൊട്ടവനും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചവനും ഞങ്ങളുടെ എല്ലാം അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ. എന്നാൽ നിങ്ങൾ അവനെ ക്രൂശിച്ചു, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽറ്റു. ഇത്രയും വലിയൊരു സത്യത്തെ ഒരു മടിയും കൂടാതെ വിളിച്ചു പറയുവാൻ കർത്താവ് അവനെ ബലപ്പെടുത്തി. അതിനുശേഷം പത്രോസ് ചെയ്തത് ആദ്യത്തെ അത്ഭുതം പത്രോസും യോഹന്നാനോട് കൂടെ ചെയ്തത്. സുന്ദരമെന്ന പഴിവാതിൽക്കലിരുന്ന ആ രോഗിയെ സൗഖ്യമാക്കിയ കാര്യം. പിന്നീട് അത്ഭുതങ്ങളുടെ ഒരു ശൃംഖല തന്നെയായിരുന്നു പത്രോസിന്റെ ജീവിതത്തിൽ. 2 ലേഖനങ്ങൾ എഴുതി. അതിൽ ചില ലേഖനത്തിൽ ബാക്കി നമ്മൾ വായിക്കുമ്പോൾ മൂലവസ്തു കത്തും. ഇന്നത്തെ കാലത്ത് കാലങ്ങൾക്ക് ശേഷമാണ് സയന്റിസ്റ്റുകൾ ഇങ്ങനെ ഒരു സംഗതി, ആറ്റം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നത്.
അത് കത്തുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആട്ടം ബോംബ് കണ്ടുപിടിച്ചത് ആ ബേസിസിലൊക്കെയാ. അത് പൊട്ടിയപ്പോ ഒരു ന്യൂക്ലിയർ വാറിനെ പറ്റിയാണ് അവിടെ സംസാരിച്ചത്. ദൈവം കൊടുത്ത ആ വെളിപ്പാടുകളുടെ ഒരു ആധിക്യം ആ മനുഷ്യനിൽ ദൈവം പിന്നീട് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ആദ്യം കരഞ്ഞെങ്കിലും, താൻ പൊട്ടിക്കരഞ്ഞെങ്കിലും, പിന്നീട് ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതേ കർത്താവിന്റെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് തലകീഴാക്കി ക്രൂശിക്കപ്പെട്ട് മരിക്കുവാൻ പത്രോസിനെ ദൈവം ഒരുക്കി. എന്തോ ഒരു അത്ഭുതം അല്ലേ! ഇത്ര നല്ലവനായ കർത്താവിനെ സേവിപ്പാൻ നമുക്കെല്ലാം ദൈവം ഇടയാക്കിയത് എത്ര വലിയ കാര്യമാണ്. നമുക്കെല്ലാം ഈ അനുഭവം കർത്താവ് തരട്ടെ. നമ്മുടെ പ്രശ്നങ്ങളുടെ അതേ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ കരഞ്ഞ് വീണ് തളർന്നു പോകാതെ, ഇതിന്റെ അപ്പുറം ഒരു പ്രഭാതം നമുക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്നുള്ള ഒരു വലിയ അറിവ്, ഒരു വലിയ വിജയം കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. യോസേപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ, യോസേപ്പ് തന്റെ സഹോദരന്മാർ ചതിക്കപ്പെട്ടവനായി, തന്റെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടു, തനിക്കിനി ഒന്നുമില്ല, മിസ്രൈമിലെ ജയിലിലായി. ഇനിയും സാക്ഷാൽ ഫറവോൻ വിചാരിച്ചാൽ മാത്രമേ താൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുള്ളൂ എന്ന്, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അതേ യോസേപ്പ് വന്നപ്പോൾ, അതേ ആ കാരാഗ്രഹ കുണ്ടറയിൽ നിന്ന് ദൈവനെ ഉയർത്തി രാജ്യത്തെ രണ്ടാമനാക്കി മാറ്റി. തന്റെ സഹോദരന്മാർ വരുമ്പോൾ ഒരു വാക്ക് അവൻ പറയുന്നുണ്ട്: നിങ്ങൾ എനിക്ക് വേണ്ടി വേണ്ടാത്തൊക്കെ ചിന്തിച്ചു, എനിക്ക് വേണ്ടി നിങ്ങൾ തിന്മ കരുതി, എന്നാൽ ദൈവം, ബട്ട് ഗാഡ്, വേദപുസ്തകത്തിന്റെ ഉടനീളം കാണുന്ന ഒരു വാക്കാണ് കേട്ടോ. നോട്ട് ഐ ബട്ട് ഗാഡ്, ഞാനല്ല, ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇവിടെ അയച്ചു. മോശയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മിസ്രൈമിലെ രാജകുമാരനായിരുന്നു. ചിലപ്പോൾ അടുത്ത ഫറവോനാകേണ്ട ചാൻസ് ഉണ്ടായിരുന്ന ആള് ഒരു കൊലപാതക കേസിൽ പ്രതിയാകുമോ എന്ന് പേടിച്ച് അവിടുന്ന് ഓടി 40 കൊല്ലം മരുഭൂമിയിൽ ജീവിച്ചു. ഒന്നുമില്ല, എല്ലാവരും അവനെ മറന്നു. 40 കൊല്ലം ലോങ് ടൈം. എല്ലാവരും മറന്നു. ഇനി അവന് തിരിച്ച് മിസ്രൈമിലോട്ട് പോകാൻ പറ്റത്തില്ല, മുമ്പോട്ട് വേറൊരു വഴിയില്ല, ഇവിടെ അങ്ങ് പെട്ടുപോകുന്ന മോശ വിചാരിച്ചു. എന്നാൽ മുൾപ്പടർപ്പിൽ ദൈവം അവന് പ്രത്യക്ഷനായി. നേരെ വന്ന് ദൈവം പ്രത്യക്ഷനായി: ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, എന്റെ ജനമായ ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കണ്ടു 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 എന്ന് 3 വട്ടം പറയുന്നു. അതേ മോശയെ, സകലതും നശിച്ചു പോയി എന്ന് വിചാരിച്ച മോശയെ തിരിച്ച് മിസ്രൈമിലോട്ട് അയക്കും. രാജകുമാരനായിട്ടല്ല അയച്ചത്, തന്റെ സ്വന്തം ജനത്തെ വിടുവിപ്പാൻ വേണ്ടി ഒരു രക്ഷകനായിട്ട് ദൈവം അവനെ അയച്ചു. എല്ലാവരും തന്നെ മറന്നു എന്ന് വിചാരിച്ച സ്ഥാനത്ത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മോശയെ ദൈവം അയച്ചു. ഏലിയാവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. അവസാനം അതേ ആ പ്രവാചകന്മാരെ, ഇസ്രായേലിന്റെ ബാലിന്റെ പ്രവാചകന്മാരെ 400 മെമ്പേഴ്സിനെ കൊന്നു കഴിഞ്ഞപ്പോൾ, അവരെ പോലെ നിന്നെയും ഞാൻ നാളെ ആക്കുമെന്ന് ഇസബേൽ പറഞ്ഞപ്പോൾ ഭയപ്പെട്ടു, ഓടിപ്പോയി ഒളിച്ചിരുന്നു ചൂരച്ചെടിയുടെ കീഴിൽ. ദൈവം ദൂതനെ അയച്ചു. ആ സാഹചര്യത്തിൽ ദൈവം, എനിക്കിനി ആരുമില്ല, ഇനി മരിച്ചാ മതി, അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ ദൈവം തന്നെ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു: നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കിനി മൈലുകൾ താണ്ടേണ്ടതുണ്ട്. അവൻ അപ്പവും വെള്ളവും കൊടുത്തു, അവനത് ഭക്ഷിച്ചു, അവൻ അവിടുന്ന് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. തന്റെ ദൂതനെ അയച്ച് ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്. പൗലോസ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, എന്നെ വളരെ ഇമ്പാക്ട് ചെയ്തൊരു വിഷയമാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു: ഞങ്ങൾക്ക് ഏഷ്യയിൽ ഉണ്ടായ കഷ്ടത വെച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. അത് ഞങ്ങളെ ഒത്തിരി എക്സസീവ്ലി ബേർഡൻഡ് എന്നാണ് പറയുന്നത്. ഒത്തിരി എക്സസീവായിട്ടുള്ള ബേർഡൻ അവരുടെ ജീവിതത്തിലുണ്ടായി. അവരുടെ ശക്തിക്കും
അപ്പുറമായിട്ട് they felt the despair in Asia. മരണത്തിന് അടുത്തു വന്നു, അല്ലെങ്കിൽ മരിച്ചു. ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം. ബട്ട് ഗോഡ് ഹു റേസസ് ദ ഡെഡ്, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആ ദൈവം ഞങ്ങളെ ഉയർപ്പിച്ചു എന്ന് ഒരു വാക്ക് പറയുന്നുണ്ട് അവിടെ. അവൻ ഞങ്ങളെ വിടുവിച്ചു. പണ്ഡിതന്മാർ പറയുന്നത് ഏഷ്യയിൽ വെച്ച് അനുഭവപ്പെട്ട ആ അനുഭവത്തിൽ പൗലോസ് മരിച്ചു എന്നും ആ കാര്യമാണ് പിന്നീട് പറയുന്നത്, ഞാൻ വെളിപ്പാടിന്റെ ആധിക്യത്താൽ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. താൻ അവിടെ വെച്ച് മരിച്ചതായിരുന്നു. ആ കഥയാണ് പത്രോസ് ഇവിടെ പറയുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആയിരിക്കാം മരണം അവനെ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ദൈവം അവനെ വിടുവിച്ചു എന്നുള്ളൊരു വാക്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മരണത്തോടടുത്ത സാഹചര്യത്തിലും വെളിപ്പാട് കൊണ്ട് അവനെ നിറച്ചവനായ ഒരു ദൈവം. ആരും കേൾക്കാത്ത ഭാഷ അവൻ കേട്ടു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. കഷ്ടതയുടെ മധ്യത്തിലൊക്കെ സംഭവിച്ച കേട്ടോ, വേദനയുടെ മധ്യത്തിലൊക്കെ സംഭവിച്ചത്. പക്ഷെ അതിന്റെ അപ്പുറം വലിയൊരു ആത്മീയ ദർശനം പൗലോസിന് ദൈവം കൊടുത്തു. നീ ആരൊക്കെയാണ്? ദാവീദ്, രാജാക്കന്മാര് അല്ലേ? അതിന്റെ നമ്മൾ ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ എസെക്കിയാവ്, അതുപോലെ യഹോഷഫാത്ത്, ഇവരൊക്കെ ദൈവത്തിന്റെ ആ കഷ്ടതയുടെ മധ്യത്തിൽ, ഭയത്തിന്റെ മധ്യത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ മേലാതെ തങ്ങൾ വിഷമിച്ച സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച കഥകൾ നമുക്കറിയാം. ഇയ്യോബിന്റെ കഥ നമുക്കെല്ലാം അറിയാം. ജീവിതത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടു പോയി. തനിക്കിനി ഒന്നും ശേഷിച്ചിട്ടില്ല എന്ന് താൻ തീരുമാനിച്ചു. തന്റെ ശരീരം വരെ അത് നശിച്ചു പോകുന്നൊരു അനുഭവം, തന്റെ ഭാര്യ തന്നെ വിട്ട് മാറിപ്പോകുന്നൊരു അനുഭവം. ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ കൂടെ അതെ യോബ് കടന്നു പോയപ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, ഐ നോ ദാറ്റ് മൈ റെഡീമർ ലിവത്ത് and that in the end he will stand on the earth, and after my skin has been destroyed, yet in my flesh I will see God. I myself will see him with my own eyes, I and not other. ഒരു വെളിപ്പാടാണ് നമുക്കവിടെ കിട്ടുന്നത്, ഒരു റെവലേഷൻ, ഒരു പുതിയ അറിവ്. എന്നാന്നറിയാമോ? പുനരുത്ഥാനത്തെ പറ്റി ഒരു വലിയ വെളിപ്പാട് ആ കഷ്ടതയിൽ കൂടെ തനിക്ക് കാണുവാൻ ദൈവം ഇടയാക്കി. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ അവസാനം പൊടിമേൽ നിൽക്കും. എന്റെ ഈ ശരീരം ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ ശരീരമുള്ളവനായി സ്വന്തം കണ്ണാൽ, അന്യന്റെ കണ്ണാൽ, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. എന്താ അവിടെ സംഭവിക്കുന്ന അറിയാമോ? തനിക്കൊരു പുനരുദ്ധാന ശരീരം ദൈവം കൊടുക്കാൻ പോവാണെന്ന്. പുനരുദ്ധാനത്തെ പറ്റി ഒരു വലിയ ഒരു ദർശനം ദൈവം ഇയ്യോബിന് കൊടുക്കുക. പഴയ നിയമ വിശുദ്ധനായ, പുതിയ നിയമത്തിലാണ് റിസറക്ഷനെ പറ്റി കേട്ടെങ്കിലും അതിന്റെ വെളിപ്പാട് ഇയ്യോബിന് കിട്ടി. എന്തുകൊണ്ടാ? ദൈവം അവനെ കഷ്ടതയിൽ കൂടെ കടത്തി വിട്ടപ്പോൾ അവന് വലിയ ദർശനം ദൈവം കൊടുത്തു. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. റോമാ സാമ്രാജ്യത്തിന്റെ സകല ശക്തികളെയും പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് നമുക്കും ഉയർത്തെഴുന്നേൽപ്പ് പക്കായ. കാരണം അവൻ മരിച്ചവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. പലരും പറയാറുണ്ടോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്ങനെ എത്രയും പേരെ ഒറ്റ സമയം കൊണ്ട് പെട്ടെന്ന് കണ്ണിമിക്കുന്നതിന് മുമ്പേ എങ്ങനെ സാധിക്കും? ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. മിസ്രൈമിലെ 10 ബാധ കഴിഞ്ഞിട്ട് 10-ാം ബാധ കഴിഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട്, നമ്മൾ ചിന്തിച്ചു നോക്കി, ഒറ്റ രാത്രി കൊണ്ട് 6,60,000 പുരുഷന്മാർ തന്നെ
സ്ത്രീകളും കുഞ്ഞുങ്ങളും ആടുമാടുകളും ഒക്കെ വേറെ. ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവരെ അവിടെ നിന്ന് ഇറക്കി. അത് ചെയ്യുവാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ദൈവത്തിന്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉരുവാക്കിയ ദൈവം ഒരു ശരീരം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമേ അല്ല കർത്താവിന്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഒരു റിസറക്ഷനെ പറ്റി സംസാരിക്കുന്നറിയാം? പല ചോദ്യങ്ങൾക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ മറുപടി ഉയർത്തെഴുന്നേൽപ്പെന്നുള്ള സത്യം. അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഹോപ്പ് തന്നെയാണെന്ന് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ പിതാക്കന്മാര്, മാതാവ്, അങ്ങനെ ഈ കുടുംബത്തിൽ മരിച്ചു ഞാൻ വളരെ സ്നേഹിച്ച് പലരും പോയിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് കാണാൻ സാധിക്കും. എനിക്കൊരു ഹോപ്പാണ്. എന്താ? റിസറക്ഷൻ. ഒരു ശവകുടീരത്തിൻ്റെ സ്വന്തം കുഞ്ഞിനെ അടക്കിക്കഴിഞ്ഞ് അതിൻ്റെ അടുത്തിരുന്ന് കരയുന്ന ഒരു അമ്മയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ അവൾക്ക് വേറെ ഒന്നും ആശ്വസിപ്പിക്കാൻ ഈ ലോകത്ത് പിന്നെ ഇല്ല. ആര് പറഞ്ഞാലും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ റിസറക്ഷൻ എന്ന് പറയുന്ന ഒരു സത്യം ഒരു അമ്മയ്ക്ക് ഒരു ഹോപ്പ് കൊടുക്കുന്നു. പല ദേവദാസന്മാരെ നമുക്കറിയാം. ഒരു കൊല്ലം അവർ എത്ര ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നു. ആ ദൈവദാസന്മാർക്ക് ഒരു ഹോപ്പാണ്, നിന്റെ വിശ്വാസി ഒരു ദിവസം ഈ കളറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. ഒരു ചേഞ്ച്ഡ് ബോഡി, സകലതും മാറിയിട്ട് എല്ലാം പുതുതായി വരുന്നൊരു ബോഡി. ഇതൊന്നും സയൻസിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ. ഇതൊന്നും ഈ ലോകത്തിലെ ശാസ്ത്രങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ അവരെ സംബന്ധിച്ചുള്ള എല്ലാം ഒരു ചാൻസാ. ദിസ് ജസ്റ്റ് ഹാപ്പൻഡ്. സൃഷ്ടി അതങ്ങനെ സംഭവിച്ചതാ. ഇത്ര മില്യൺ വർഷം കൊണ്ട്, ഇത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വന്നതാ. നമ്മുടെ ശരീരത്തിൽ ഒരു ഡെവലപ്മെന്റിനെ പറ്റി ഇവർ സംസാരിക്കുമ്പോൾ ഒരു DNA അതിൻ്റെ ആ ബ്രേക്കേജ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്കോടെ മറന്നുപോയി ഞാൻ. അത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഈ കണക്കും അതുപോലെ മാത്തമാറ്റിക്സും സയൻസും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല, അല്ലെങ്കിൽ ബയോളജിയും ഒരുമിച്ച് പോകത്തില്ല. ഒരു ജയസിംഗെ എന്ന് പറയുന്ന വിക്രം സിംഗെ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അപ്ലൈഡ് മാത്തമാറ്റിക്സിലുള്ള ഒരു പ്രൊഫസറാണ്. പുള്ളി വെയിൽസിലെ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് അത് യാതൊരു ഇന്റർഫിയറൻസും ഇല്ല തന്നെത്താൻ ഉണ്ടായി വരണമെങ്കിൽ അതിൻ്റെ ചാൻസ് 10 into 40,000, 10 to the power of 40,000 എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ആറ്റംസിനേക്കാൾ കൂടുതൽ ചാൻസസ് ഉണ്ട്. ചാൻസസ് കുറവ് എന്ന് പറഞ്ഞാൽ അത്രയും ചാൻസ് അതിനുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കാനേ വഴിയില്ല. സയന്റിസ്റ്റുകൾ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉളവാകുമ്പോൾ അതിൻ്റെ ആ DNA നെറ്റിംഗ് ഉണ്ടല്ലോ, അത് സംഭവിക്കണമെങ്കിൽ മനുഷ്യരുടെ കൈ കൊണ്ട് ചെയ്യാനേ സാധിക്കത്തില്ല. എന്നാൽ വേദവസം അതിന് ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു, ദാവീദ് പറയുന്ന. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ അവസാനം യോബ് പറയുന്നത്, ഒരു ദിവസം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നവൻ പൊടിമേൽ നിൽക്കും, ഞാൻ അവനെ കാണും. നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ അതായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സമാധാനം, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം തരും. അവൻ തരുന്ന പരിഹാരം നിത്യമായിരിക്കും. അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുകയില്ല. ഒരുപാട് ലോകത്തിൽ നമ്മൾ കർത്താവിനെ മുഖം കണ്ട് അവനെ ആരാധിക്കും. അവൻ ചെയ്ത നന്മകളെ ഓർത്തവനെ അവനെ സ്തുതിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് കർത്താവ്.
ഒരു പ്രഭാതം നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ ആ വിളിയെ ഓർത്ത്, അവൻ നമ്മളെ വിളിച്ച ആ വിളിയുടെ ആ മഹത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.